അതായത് തോൽവിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ വേറെ കാര്യം, അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇതൊന്നും അട്ടിമറിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമൊന്നും അല്ല ബി ജെ പി. അതൊക്കെ അവിടെ വെച്ചേക്ക്. അത് ശരിയാ എന്ത് ശരി നോക്കൂ, ബി ജെ അപ്പോൾ കേരളത്തിൽ മാത്രം പിയെ പുറത്താര് ജയിച്ചാലും അട്ടിമറി. പൊളിറ്റിക്സാ പറയുന്നത്. അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സാ പറയുന്നത്. അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ ജാതി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ജാതി രാഷ്ട്രീയം എന്തുകൊണ്ട് മുന്നോട്ട് വെക്കണം എന്ന് സംബന്ധിച്ച് പാർലമെന്റിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ജനം തള്ളി സാർ, ജനമൊന്നും തള്ളിയിട്ടില്ല. കോൺഗ്രസ് നോക്കൂ സുജിയ, കോൺഗ്രസ് സുജിയ എന്താ മനസ്സിലാക്കുന്നത്? എല്ലാം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൽക്കാലം നീ വായ നടക്കൂ. സുജിയ എന്താ മനസ്സിലാക്കുന്നത്? 1980 ഈ പാർട്ടി ഉണ്ടായത്. ഏത് പാർട്ടി? ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. നിങ്ങൾ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എനിക്ക് തോന്നിയത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൂറ്റാണ്ടുകൾ ഒറ്റുകൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഹിന്ദുത്വ പൊളിറ്റിക്സ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആ ഒറ്റുകൊടുത്ത എത്ര കാലമായി പറയുന്നു, ജനമത് തള്ളിക്കളഞ്ഞു സാർ. ആവർത്തിച്ച് മടുപ്പിക്കല്ലേ സാർ. ഇതും കൂടി കൂട്ടി 28,315 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. ഇതിനേക്കാളും കാലം അതൊക്കെ ഉണ്ടാകും. നോക്കൂ, ആ നിലയില് ആ കാലഘട്ടത്തില് നോക്കൂ, അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇടതുപക്ഷം, ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സ്, സോഷ്യലിസ്റ്റുകള് പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. സോറി, യു കണ്ടിന്യൂ. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.